ഇദ്ദേഹത്തിന് ഞാൻ രാവിലെ ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന് ഒന്നും മനസ്സിലാകത്തില്ലായിരുന്നു. സാധ്യമായിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? നിങ്ങളെ ദൈവം സ്പെഷ്യലായിട്ട് ദൈവം ചെവി കേൾക്കാൻ വേണ്ടി ദൈവത്തിന്റെ കൈവട നിങ്ങൾക്ക് തന്നിരിക്കുക. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എത്ര നാളായി ചെവി കേൾക്കാതിരുന്നിട്ട്? 5 വർഷമായിട്ട് ചെവി കേൾക്കത്തില്ലായിരുന്നു. തൊള്ളി പോലും കേൾക്കത്തില്ലായിരുന്നു. എന്തൊക്കെയോ ഒച്ച കേൾക്കും, പക്ഷെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായിരുന്നു 5 വർഷം മുമ്പ് സംഭവിച്ചത്? ഒച്ച കേൾക്കും, പക്ഷെ മനസ്സിലാവില്ല. ഇപ്പൊ ഞാൻ എന്താ പറഞ്ഞ? ഒന്ന് കണ്ണു നൽകിയ എന്റെ പേരൊന്ന് പഠിക്കേ. കാപ്പൻ ബ്രദർ കാപ്പൻ. രാമകൃഷ്ണൻ മനസ്സിലായോ? യേശു റോ മെറ്റീരിയൽസ് റോ മിറക്കിൾസ് ചെയ്യും. ഇദ്ദേഹത്തിന്റെ ചെവി ഇപ്പൊ കേൾപ്പിച്ചത് നിങ്ങൾ വിശ്വസിക്കണം. ഞാൻ കേട്ടാ ഇവിടെ ഒന്നും വെക്കുന്നില്ല പറഞ്ഞു. മൈക്ക് മാറ്റി എന്താ പേര്? രാവിലെ കേട്ടില്ല. കഴിഞ്ഞ 5 വർഷമായിട്ട് കേൾവിയില്ലായിരുന്നു. ഇപ്പൊ നല്ല രീതിയിൽ കേൾക്കുന്നില്ലേ? ഇതേ സാരമില്ല, ദൈവത്തിന് സ്തുതിക്കാം. അപ്പൊ ഇതൊരു ജസ്റ്റ് സാമ്പിൾ മാത്രം കർത്താവ് തന്നതാണ്. ഒരു ചെറിയ മിറക്കിള് ദൈവം നിങ്ങളെ കാണിച്ചു തന്നതാണ്. അദ്ദേഹത്തിന് ചെവി കേൾക്കുന്നത് രാവിലെ അമ്മച്ചിയോട് ഞാൻ ചോദിച്ചായിരുന്നു, അല്ലേ, ആർക്കാ അവിടെ ചെവി കേൾക്കാൻ പറ്റത്തില്ലാത്തത്? അമ്മച്ചി പറഞ്ഞ പുള്ളിക്ക് കേൾക്കുന്നില്ലായിരുന്നു. കേൾക്കുന്നില്ലായിരുന്നു. ഞാൻ കേട്ടതാ. ബ്രദർ ചോദിച്ചപ്പോ പറയുന്നത് ഞാൻ കേട്ടതാ. കേൾക്കത്തില്ലെന്ന് ഞാൻ കേട്ടതാ. തോമസ് ചേട്ടാ കേട്ടോ? എന്നെ ഞാൻ വിളിച്ചേ. ബീച്ച് ഡാമിന്റെ അടുത്താണ് വിളിക്കാൻ വീട്. അമ്മച്ചിയുടെ പേരെന്നാ? ത്രേസ്യാമ്മ തോമസ്. ത്രേസ്യാമ്മ. സന്തോഷം ജീവിതമാണോ? ആണോ? ജയിപ്പെടാറുണ്ടോ?